സോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എനസ്റ്റ് അക്കാഡമി. സോ ഇന്നത്തെ വെബിനാർ സെഷനിൽ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഡേറ്റിൽ നമ്മുടെ എക്സാം ഇതുവരെ കൺഫർമേഷൻ വന്നിട്ടില്ല. സോ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ എക്സാം നീളുന്നു എന്നുള്ളതാണ് അല്ലെ. സോ ദാറ്റ് മീൻസ് നമുക്ക് സമയം നമ്മളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാറ്റഗറി നമ്പർ 663/2023 ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറി അല്ലെ നമ്മുടെ എക്സാം അല്ലെ. ഇത്തരത്തിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മളുടെ മുന്നിലുള്ള ദിവസങ്ങൾ നമുക്കറിയാം. നിലവിൽ അത് ഒരു പക്ഷേ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും എക്സാം നടക്കാൻ സാധ്യതയുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മിനിമം ടൈം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മളുടെ കയ്യിൽ ഒരു 120 ഡേയ്സ് ഏകദേശം ഒരു 120 ദിവസം കൊണ്ട് നമ്മളുടെ ആ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് എക്സാമിന് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വെബിനാറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇവർക്ക് ഒരിക്കൽ കൂടി നമ്മുടെ എനസ്റ്റ് അക്കാഡമിയുടെ വെബിനാർ സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ഇന്നത്തെ ഒരു വെബിനാറിൽ പ്രധാനമായിട്ടും നമ്മളുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ നമ്മളുടെ സിലബസ്. നമുക്കറിയാം എക്സാമുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സിലബസ് അനലൈസ് ചെയ്യാന്നുള്ളത്. സോ ആ ഒരു സിലബസിനെ 20 ദിവസം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 120 ദിവസവും നമ്മൾ പഠിക്കേണ്ടത് എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ 120 ദിവസത്തെ നമുക്ക് ആദ്യത്തെ 100 ദിവസം നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ബാക്കി വരുന്ന 20 ദിവസം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 100 ദിവസം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ നമുക്ക് പീരിയോഡിക് ആയിട്ട് റിവൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ 20 ഡേയ്സ് നമ്മുടെ മുന്നിലുണ്ടാകും. ആ ഒരു 20 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും തരമാകുന്ന രീതിയിൽ, പൂർണ്ണമായിട്ടും ആ ഒരു എക്സാമിന് നല്ല കോൺഫിഡൻസോടെ ആ ഒരു എക്സാമിന് എഴുതാൻ സാധിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് തന്നെ 120 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടുന്ന റെഫറൻസ് ബുക്കുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വെബിനാർ അവസാനിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീവിയസ് ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2017 ആ ഒരു എക്സാം കാറ്റഗറി വന്നത്. 549/2017. നമുക്കറിയാം എന്താണ് ഏകദേശം ഒരു 30-31 റേഞ്ചാണ് അഡ്വൈസ് വന്നത് അല്ലെ. അപ്പോൾ അത് കൃത്യമായിട്ടൊരു ഐഡിയ നമുക്ക് വേണം. ഒരു കട്ട് ഓഫ് റേഞ്ച് ഏകദേശം 68.7 അല്ലെ 68 കട്ട് ഓഫ് വന്നിരുന്നു. അപ്പൊ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തവണ അതിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ആ ഒരു കട്ട് ഓഫ് ആയിരിക്കില്ല എന്ന് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാം. കാര്യം എന്താണ്, പണ്ടത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമിന് നടന്ന ഒരു കോമ്പറ്റീഷൻ അല്ല നിലവിലുള്ള എക്സാമിന് ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാമുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സാമിന്റെ റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ ലാസ്റ്റ് സെഷനിൽ അല്ലെങ്കിൽ ലാസ്റ്റ് എക്സാം നടന്നതിൽ കമ്പാരിറ്റീവ്ലി എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു എങ്കിൽ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള മറ്റ് എക്സാമുകൾ ഇതേപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ട്രേഡ്സ്മാൻ എക്സാമുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ITI ക്വാളിഫിക്കേഷൻ, ഡിപ്ലോമ ക്വാളിഫിക്കേഷനുള്ള എക്സാമുകൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യന്റെ ലെവല് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏകദേശം ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം 20 മുതൽ 25 ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യനുകളായിരിക്കും ഏകദേശം 20 മുതൽ 25 ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ 50 മുതൽ 60 റേഞ്ച് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നോർമൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ആവാൻ സാധ്യത കൂടുതലാണ്. നോർമൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. പിന്നെ ഒരു ഏകദേശം ഒരു 2 മുതൽ അല്ലെങ്കിൽ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മുതൽ 3 ക്വസ്റ്റ്യനുകളൊക്കെ ഇത്തരത്തിൽ പ്രോബ്ലമാറ്റിക് ആവാനുള്ള സാധ്യതയുണ്ട്. വളരെ ചെറിയ പ്രോബ്ലംസ് ആയിരിക്കും. എനിവേ അത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടാകും. പിന്നീടുള്ള ഒരു ഏകദേശം ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആകാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള സ്റ്റേറ്റുകളിൽ കയറി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സാമിന്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യനുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഈ പറയുന്ന 120 ദിവസം അല്ലെങ്കിൽ 100 ദിവസത്തെ ആ ഒരു പ്ലാനിനകത്ത് 100 ദിവസം നമ്മൾ പഠിക്കുന്നു, 20 ദിവസം റിവിഷൻ ആണ്.
അപ്പൊ അങ്ങനെ ഈ ഒരു 120 ദിവസത്തെ ആ ഒരു പ്ലാനിൽ നമ്മൾ ഓരോ മൊഡ്യൂളുകൾ, നമുക്കറിയാം ടോട്ടൽ 100 മാർക്സ് ആണ് നമ്മുടെ എക്സാമിന്റെ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ മാർക്സിനെ നമ്മൾ 10 മോഡ്യൂളുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 10 മോഡ്യൂളുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 10 മോഡ്യൂളുകൾക്കും വെയിറ്റേജ് മാർക്കുകൾ ഉണ്ടാകും. അതായത് ഓരോ മോഡ്യൂളിൽ നിന്നും എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ളത് നമുക്കറിയാം, വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഓരോ മോഡ്യൂളിൽ നിന്നും എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ഓരോ മൊഡ്യൂളിനും അതിൻ്റെതായിട്ടുള്ള വെയിറ്റേജ് കൊടുത്തുകൊണ്ട്, അല്ലെ, അതിൻ്റെതായിട്ടുള്ള വെയിറ്റേജ് കൊടുത്തുകൊണ്ട്, അപ്പം 10 മാർക്ക് കിട്ടുന്ന ഒരു മൊഡ്യൂൾ ഉണ്ടെങ്കിൽ മറ്റൊരു മൊഡ്യൂളിൽ 8 മാർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ 10 മാർക്ക് കിട്ടുന്ന മൊഡ്യൂൾ കൂടുതൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ട്, കൂടുതൽ സമയം എടുത്തുകൊണ്ട് നമ്മൾ അതിന് പഠിക്കേണ്ടതായിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ മൊഡ്യൂളുകളും, അങ്ങനെ ഈ 10 മൊഡ്യൂളുകളും നമുക്ക് കൃത്യമായിട്ട് അത് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സമയം എടുക്കേണ്ടത് സമയം എടുത്തതിനെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ടോപ്പിക്കുകൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 120 ഡേയ്സിനകത്ത് 100 ദിവസമാണ് നമ്മളുടെ ആ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അതിനുശേഷം 20 ദിവസം എന്ന് പറയുന്നത് അതിന്റെ റിവിഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ടോട്ടൽ 120 ഡേയ്സിന്റെ ഒരു പ്ലാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം ഏതൊരു എക്സാമിന്റെയും വളരെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? സോ ആ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് അതിന്റെ സിലബസ് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റുമായി ബന്ധപ്പെട്ട്, ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് അതിൽ 10 മോഡ്യൂളുകളാണുള്ളത്. സോ ആ ഓരോ മോഡ്യൂളുകളും എത്രത്തോളം മാർക്കുകൾ വെയിറ്റേജ് ഉണ്ട് എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാൻ, അല്ലെ, എത്ര ദിവസത്തേക്ക് നമുക്ക് ഓരോ മോഡ്യൂളുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അപ്പൊ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റിന്റെ കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മൾ അതിൽ ക്ലാസ്സുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്ന ഓരോ മൊഡ്യൂളുകളും ഒരു നമ്പർ ഓഫ് വീഡിയോസ് ആയിട്ട്, റെക്കോർഡഡ് സെഷൻസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഓരോ റെക്കോർഡഡ് സെഷൻസ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കുകളും കംപ്ലീറ്റ് ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് നമ്മളുടെ ടെസ്റ്റ് യഥാർത്ഥത്തിൽ നമുക്കത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആണ്. ഓരോ മൊഡ്യൂളുകൾ കഴിയുമ്പോൾ മൊഡ്യൂൾ ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അങ്ങനെ ഈ പറയുന്ന ദിവസത്തിനുള്ളിൽ നമുക്കറിയാം നമുക്ക് വേണ്ടുന്ന എന്താണ് കംപ്ലീറ്റ് നോട്ട്സും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾസ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള രീതിയിൽ നമ്മൾ എന്താണ് കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവേർഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഓരോ മൊഡ്യൂളുകളും നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ടോപ്പിക് നമുക്ക് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് തീർക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് കൃത്യമായി സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനസ്സിലാക്കേണ്ടത് ജനറൽ സേഫ്റ്റി പ്രിക്കോഷൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് ആണ്. അപ്പൊ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് മെഷീനിസ്റ്റുമായി ബന്ധപ്പെട്ട് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് സേഫ്റ്റി ആണ് നമുക്ക് പറയാം, അല്ലെ. 10 മാർക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെ, 10 മാർക്ക്. അപ്പൊ 10 മാർക്ക്, അപ്പൊ 10 മാർക്ക് വെയിറ്റേജ് ഉള്ള മോഡ്യൂൾ 1 നോക്കി, ജനറൽ സേഫ്റ്റി പ്രിക്കോഷൻസ് പ്രധാനമായിട്ടും നമുക്ക് ആ ഒരു ടോപ്പിക് നോക്കി കഴിഞ്ഞാൽ വളരെ വളരെ സിമ്പിൾ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ 10 മാർക്കും നേടേണ്ടതായിട്ടുണ്ട്. 1 മാർക്ക് പോലും അവിടെ കുറയാത്ത രീതിയിൽ നമ്മളത് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ടൈപ്സ് ഓഫ് സേഫ്റ്റി പ്രിക്കോഷൻസ്, അതിനകത്ത് സേഫ്റ്റി സൈൻസ്, അതായത് സൈൻ ബോർഡുകൾ, അതിന്റെ ആകൃതി എങ്ങനെയാണ്, അതിന്റെ കളർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ റിക്വയർമെന്റ് എങ്ങനെയാണ്, സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് എയ്ഡ്, സോ ഫസ്റ്റ് എയ്ഡ്, ദെൻ എന്ന് പറയാറുണ്ട്, അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ എന്താണ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, ടൈപ്സ് ഓഫ് ഫയേഴ്സ്, എങ്ങനെ നമുക്ക് നല്ലൊരു ഒരു ഫ്ലോർ നമുക്ക് മെയിൻറ്റെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പൊ 5S കോൺസെപ്റ്റ് നമ്മൾ ഇത്തരത്തിൽ പഠിക്കാറുണ്ട്. ഇപ്പം ടൊയോട്ട കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 5S കോൺസെപ്റ്റ്, അല്ലെ. അപ്പൊ ആ 5S കോൺസെപ്റ്റ് എങ്ങനെയാണ് നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടാവുക, ഈ 5S കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്. ദെൻ വേസ്റ്റ് മെറ്റീരിയൽ, വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കളർ കോഡുകൾ നമ്മൾ ബിൻസിന് കൊടുക്കാറുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഡിഫറെന്റ് കളർ കോഡ്സ്, അത് ഏതൊക്കെ മെറ്റീരിയലിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്നാമത്തെ മൊഡ്യൂൾ കൃത്യമായിട്ട് വേണം. സോ 10 മാർക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും വരുന്നുണ്ടാകും. സോ ഈ 10 മാർക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് നേടാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ടോട്ടൽ മൊഡ്യൂൾസിനെ നമുക്ക് 10 മൊഡ്യൂളുകളാണ് ഉള്ളത്. അപ്പോൾ 100 ദിവസം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ മൊഡ്യൂളിനെ നമ്മൾ 10 ദിവസമാണ് കണക്ക് കൂട്ടുന്നത്. എന്നാൽ
മറ്റൊരു സത്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 10 ദിവസം ശരിക്കും പറഞ്ഞാൽ വേണ്ട എന്നുള്ളതാണ് ശരിക്കും മൊഡ്യൂൾ 1 നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ കഴിയുന്ന ഈ പറഞ്ഞത് ഒരു 5 or 6 ദിവസം കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ടോപ്പിക്കുകൾ കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. 5 or 6 ദിവസം എന്ന് പറഞ്ഞാൽ അത് മാക്സിമം ആണ്. ഓക്കെ, മാക്സിമം 5 to 6 days കൊണ്ട് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. എങ്കിൽ 4 days കൂടെ അഡീഷണൽ ഇട്ടുകൊണ്ട് മാക്സിമം ടോപ്പിക്കുകൾ റിവൈസ് ചെയ്തുകൊണ്ട് ആ ഒരു 10 daysനുള്ളിൽ ആ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് എന്താണ് പക്കയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ 10 daysനുള്ളിൽ തന്നെ നമ്മൾ എന്താണ് ഓരോ ടോപ്പിക്കുകൾ ഇപ്പം 4 or 5 ക്ലാസ്സുകളായിട്ടായിരിക്കും ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഈ 4 or 5 ക്ലാസ്സുകൾ നമുക്ക് ഓരോ ദിവസം കഴിഞ്ഞതിന് ശേഷം ആ ഒന്നാമത്തെ ക്ലാസ് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഒന്നാമത്തെ വീഡിയോ അല്ലെങ്കിൽ റെക്കോർഡഡ് സെഷൻസ് നമ്മൾ കേട്ടതിന് ശേഷം നോട്ട്സുകൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ടോപ്പിക്കുകൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടാകും. സോ അതിലൂടെ കൃത്യമായിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ടോപ്പിക്കുകളാണ് കൂടുതൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്, കൂടുതൽ നമുക്ക് റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ അത്തരത്തിൽ ഓരോ മൊഡ്യൂളുകളിലും ഇത്തരത്തിൽ എന്താണ് നമ്മളൊരു ഒരു 2 days നമ്മൾ എന്താണ് ഇത്തരത്തിൽ വെച്ചുകൊണ്ടായിരിക്കും നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഒന്നാമത്തെ മൊഡ്യൂൾ 10 മാർക്കിനാണ്. 10 മാർക്ക് 5 to 6 days കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ക്ലിയർ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന എക്സ്ട്രാ 4 days നമുക്ക് മാക്സിമം റിവൈസ് ചെയ്തുകൊണ്ട് ഈ 10 daysനുള്ളിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ പക്കാക്കി വെക്കുക. ഓക്കെ, സോ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരാം. രണ്ടാമത്തെ മൊഡ്യൂൾ നോക്കി മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് തന്നെ പ്രിസൈസ് ആയിട്ടുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഉണ്ട്, നോൺ പ്രിസൈസ് ആയിട്ടുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രിസൈസ് ഇൻസ്ട്രുമെന്റ് പിന്നീട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ തൽക്കാലം രണ്ടാമത്തെ മൊഡ്യൂളില് മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് ആണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ മാർക്കിംഗ് മീഡിയ ഉണ്ടാകും. ഓക്കെ, ഏതൊക്കെ തരത്തിലുള്ള സ്ക്രൈബേഴ്സ് വരുന്നുണ്ടാകും, മാർക്കിംഗ് മീഡിയസ്, പലതരത്തിലുള്ള മാർക്കിംഗ് മീഡിയ നമുക്ക് അവൈലബിൾ ആണ്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ദാറ്റ് ഈസ് സ്റ്റീൽ റൂള്, അതുപോലെ തന്നെ കാലിപ്പർ, ഡിവൈഡേഴ്സ്, അതുപോലെ തന്നെ സ്ട്രൈക്കിംഗ് ഇൻസ്ട്രുമെന്റ് ലൈക്ക് ഹാമേഴ്സ്. അപ്പോൾ ഇത്തരത്തിൽ ഹാമേഴ്സ് ഉണ്ടാകും, സർഫസ് പ്ലേറ്റ്, വൈസ്, ആംഗിൾ പ്ലേറ്റ്, ട്രൈ സ്ക്വയർ, കോമ്പിനേഷൻ സെറ്റ്, മാർക്കിംഗ് ബ്ലോക്ക്, പാരൽ ബ്ലോക്ക്, അങ്ങനെയൊക്കെയുള്ള എന്താണ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റും അതുപോലെ തന്നെ മാർക്കിംഗ് മീഡിയസ് ആണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ ഈ പറയുന്ന 3 ലൈൻ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് വളരെ ഈസി ആയിട്ട് 10 മാർക്സ് ആണ് രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. 10 മാർക്സ് നമുക്ക് മാക്സിമം 10 days കൊണ്ട് അല്ലെ മാക്സിമം 10 days കൊണ്ട് നമുക്ക് കവർ ചെയ്യാവുന്ന 10 days വേണ്ട, ഈ പറഞ്ഞതിൽ 10 days വേണ്ട, അതും ഈ പറയുന്ന രീതിയിൽ എന്താണ് നമുക്കൊരു 5 to 6 days കൊണ്ട് നമുക്ക് ഈ ഒരു സെക്കൻഡ് മൊഡ്യൂൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് ക്ലിയർ. ഓക്കെ, അപ്പൊ ഈ ഓരോ മൊഡ്യൂളുകളും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കുകളും ഓരോ ക്ലാസ്സുകളും കഴിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ടെസ്റ്റ് സീരീസുകൾ ഉണ്ടാകും. ഓക്കെ, ആ ഒരു ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് ടെസ്റ്റുകൾ ഉണ്ടാകും. ആ ടെസ്റ്റിൽ കൂടുതലായിട്ടും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ടെസ്റ്റ് സീരീസിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളത്. ഓക്കെ, പ്രീവിയസ് നടന്നിട്ടുള്ള എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഏതാണ്, വന്നിട്ടുള്ള ടോപ്പിക്കുകൾ ഏതാണ്, കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ടൊരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, അഗെയിൻ ബാക്കി വരുന്ന 4 ദിവസം 5 മുതൽ 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്, ബാക്കി വരുന്ന 4 ദിവസം വീണ്ടും അത് റിവൈസ് ചെയ്യുക. ഈ പറഞ്ഞ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ക്വസ്റ്റ്യൻ പേപ്പർ, ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ റിവൈസ് ചെയ്തുകൊണ്ട് അത് കംപ്ലീറ്റ് ആക്കുക. സോ ആദ്യത്തെ 2 മൊഡ്യൂളുകൾ കഴിയുന്ന സമയത്ത് ഏകദേശം ഒരു 15 ദിവസം കൊണ്ട് ഏകദേശം നമുക്ക് കഴിയുന്നുണ്ടാവും. എങ്കിൽ തന്നെ നമ്മൾ എന്താണ് ഒരല്പം കൂടി എക്സ്ട്രാ ഇട്ടുകൊണ്ട് 20 daysനുള്ളിൽ ആ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്നു. സോ അതുമായി ബന്ധപ്പെട്ട അതിന്റെ മൊഡ്യൂൾ ടെസ്റ്റുകൾ നമ്മൾ കവർ ചെയ്യുന്നു. ഓക്കെ, സോ ആദ്യത്തെ 2 മൊഡ്യൂൾ കഴിയുമ്പോൾ നമുക്ക് 20 മാർക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കൃത്യമായിട്ട് പഠിച്ചതുകൊണ്ട് 20 മാർക്സ് നമുക്ക് കിട്ടും. മൂന്നാമത്തെ മൊഡ്യൂൾ നോക്കി, നമ്മൾ നേരത്തെ കണ്ടതിനകത്ത് വെറും മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് മാത്രമേ കണ്ടിരുന്നുള്ളൂ. എന്നാൽ മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. വളരെ പ്രിസൈസ് ആയിട്ട് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അവിടെയും ഈ പറയുന്ന രീതിയിൽ 3 ലൈനുകൾ ഇല്ല അല്ലെ, ഈ പറയുന്ന വലിയ മൊഡ്യൂളുകളാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയും എത്ര മാർക്കാണ് നോക്കി, 10 മാർക്കാണ് നമുക്ക് ചെയ്യേണ്ടത്. 10 മാർക്കാണ് നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. 10 മാർക്ക്. ഈ 10 മാർക്കും നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആ 10 മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന പ്രിസിഷൻ ഇൻസ്ട്രുമെന്റുകളായിട്ടുള്ള മൈക്രോമീറ്റർ പ്രധാനമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇത്തരത്തിൽ മൈക്രോമീറ്റർ, അതുപോലെ തന്നെ വെർനിയർ കാലിപ്പർ
കാലിപ്പേഴ്സ്, അതുപോലെ തന്നെ എന്താണ് വെർനിയർ ഡിവൽ പ്രൊട്രാക്ടർ. വെർനിയർ അപ്പം നോക്കുകയാണെങ്കിൽ മൈക്രോമീറ്ററിന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ്, സോ അതിന്റെ പ്രധാനപ്പെട്ട പാർട്സുകൾ ഏതൊക്കെയാണ്, വെർനിയർ കാലിപ്പർ അല്ലെങ്കിൽ മൈക്രോമീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നു, മൈക്രോമീറ്റർ എങ്ങനെ നമ്മൾ റീഡ് ചെയ്യാൻ സഹായിക്കുന്നു, വെർനിയർ കാലിപ്പർ അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എന്താണ്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പാർട്ടുകൾ. ഓക്കെ, വെർനിയർ കാലിപ്പർ കൊണ്ട് എങ്ങനെ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും, അതിന്റെ ലീസ്റ്റ് കൊണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നുണ്ടാവുക. സോ അതുപോലുള്ള കാര്യങ്ങൾ. ഇത്തരത്തിൽ ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ടാകും, ബോർ ഡയൽ ഗേജുകൾ ഉണ്ടാകും, വെർനിയർ ഹൈറ്റ് ഗേജ്, വെർനിയർ ഡിവൽ പ്രൊട്രാക്ടർ ആൻഡ് ഗിയർ ടൂത്ത് കാലിപ്പർ. ഇത്രയും ടോപ്പിക്കുകൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, മൈക്രോമീറ്റർ, വെർനിയർ കാലിപ്പർ, ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ, വെർനിയർ ഹൈറ്റ് ഗേജ്, സോ അത് റിലേറ്റഡ് ടു വെർനിയർ കാലിപ്പർ തന്നെയാണ്. അതിനുശേഷം വെർനിയർ ഡിവൽ പ്രൊട്രാക്ടർ, ഗിയർ ടൂത്ത് കാലിപ്പർ നമ്മൾ പഠിക്കും. ഈ 5 ടൂളുകൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 10 മാർക്ക് അവിടെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്താണ് ഈ ടോപ്പിക്കുകളെല്ലാം 1 by 1 നമ്മളുടെ വീഡിയോസിൽ, റെക്കോർഡഡ് വീഡിയോസിൽ അവൈലബിൾ ആണ്. സോ അതൊന്ന് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് എന്താണ് ഈ പറയുന്ന 10 ദിവസം, ഇവിടെ നോക്കി 10 മാർക്ക് ആയതുകൊണ്ട് നമുക്ക് 10 ദിവസം കൊടുക്കാം. 10 ഡേയ്സ് നമ്മൾ അലോ ചെയ്യുകയാണ്. പക്ഷേ 10 ഡേയ്സ് വേണോ? ശരിക്കും 10 ഡേയ്സ് വേണ്ട. ഈ പറയുന്ന 5-6 ദിവസം കൊണ്ട് നമുക്കിത് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കും, വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കും. ഈ പറയുന്ന 5 to 6 ഡേയ്സ് കൊണ്ട് കവർ ചെയ്തതിനു ശേഷം റിമൈനിങ് വരുന്ന 4 ഡേയ്സ് എന്താണ്, ബാക്കി കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, ടെസ്റ്റുകൾ ചെയ്യുക, മാക്സിമം എന്താണ് അത് ഓക്കെ ആണേ. അപ്പോ ആദ്യത്തെ 3 മൊഡ്യൂളുകൾ ഏകദേശം 10 മാർക്ക് വീതമാണ്. അപ്പൊ 30 മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ 4ാമത്തെ മൊഡ്യൂൾ നോക്കി. 4ാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മെഷീനിസ്റ്റുമായി ബന്ധപ്പെട്ട 4ാമത്തെ മൊഡ്യൂൾ ഹാൻഡ് ടൂൾസുകളാണ്. ഹാൻഡ് ടൂൾസ്, ഇത്തരത്തിൽ ഹാൻഡ് ടൂൾസുമായി ബന്ധപ്പെട്ട് നോക്കി. ഹാക്സോ ബ്ലേഡ്, കട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഹാക്സോ ബ്ലേഡ്. അപ്പൊ ഹാക്സോ ഫ്രെയിം, ബ്ലേഡ്, ടൈപ്സ് ഓഫ് ഫ്രെയിമുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്, അപ്പൊ പിച്ചിന്റെ അടിസ്ഥാനത്തിൽ ബ്ലേഡിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്. സോ അത് ഇത്തരത്തിൽ ഹാക്സോ ബ്ലേഡ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. 2ാമത് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫയൽസ്. സോ നമുക്ക് ഫയലിംഗ് എന്ന് പറയുന്ന പ്രോസസ്, ടൈപ്സ് ഓഫ് ഫയല് അല്ലെങ്കിൽ യൂസസ് എങ്ങനെയാണ്, കട്ട്, ഗ്രേഡ്, സ്പെസിഫിക്കേഷൻ, അതിന്റെ ടൈപ്സുകൾ ഏതൊക്കെ തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ കോൺവെക്സിറ്റി ഓഫ് ഫയൽ എന്താണ്, പിന്നിങ് ഓഫ് ഫയൽ എന്താണ്, അപ്പൊ ഫയൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ടാപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ടാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഹോൾ അല്ലെ, ഒരു പ്ലേറ്റിനകത്ത് നമ്മളൊരു ഹോള് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോളിനുള്ളിൽ, അല്ലെങ്കിൽ പ്ലേറ്റ് ആണെങ്കിൽ ആ പ്ലേറ്റിന് ഉള്ളിൽ ഹോൾ ഉണ്ടാവും അല്ലെ, ആ ഹോളിനുള്ളിൽ നമുക്ക് എന്താണ് ഇന്റേണൽ ത്രെഡുകൾ കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ ഉള്ളിലുള്ള ത്രെഡ് അല്ലെങ്കിൽ പിരി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് ടാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാനുള്ള ടാപ്പുകൾ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ത്രെഡുകൾ, ഒരു ഷാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഷാഫ്റ്റിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള രീതിയിൽ ത്രെഡുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈസ് യൂസ് ചെയ്യാറുണ്ട്. ഡൈ നട്ടുകൾ നമ്മൾ എന്താണ് ഇത്തരത്തിൽ അത് എന്താണ് ഡാമേജ്ഡ് ആയിട്ടുള്ളത് അത് റീകണ്ടീഷൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ചിസൽസ് നമുക്കറിയാം, നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അത്തരത്തിൽ ഹാമേഴ്സും ചിസൽസും യൂസ് ചെയ്തുകൊണ്ട് മെറ്റൽസ് നമ്മൾ ചിപ്പ് ചെയ്യാറുണ്ട് അല്ലെ. അത്തരത്തിൽ ചിസൽസുകൾ. റീമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഹോൾ ഡ്രിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കൃത്യമുള്ള സൈസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ഫിനിഷ്ഡ് സൈസിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റീമർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ, പ്രധാനമായിട്ടും ഇത്രയും ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നോക്കി എത്ര മാർക്കാണ്, 8 മാർക്സ് ആണ് അല്ലെ. ഇത്തരത്തിൽ 8 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. സോ ആദ്യത്തെ 3 മൊഡ്യൂളുകൾ 10 മാർക്ക് വീതമാണെന്നുണ്ടെങ്കിൽ 4ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് 8 മാർക്കിന്റെ ഒരു മൊഡ്യൂളാണ്. സോ 8 മാർക്കിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് ഹാക്സോ പഠിക്കണം, ഫയല് പഠിക്കണം, ടാപ്പ് ആൻഡ് ഡൈസ് പഠിക്കണം, ചിസൽ പഠിക്കണം, റീമർ പഠിക്കണം. അപ്പൊ അങ്ങനെ 5 ടൂളുകളാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടതായിട്ടുള്ളത്. ഈ 5 ടൂളിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഈ 8 മാർക്ക് വേണ്ടിയിട്ട് നമുക്ക് എത്രയാണ്, 8 ഡേയ്സ് നമുക്ക് സ്പെൻഡ് ചെയ്യാം. അപ്പൊ 8 ദിവസം കൊണ്ട്, ഓക്കെ, 8 ദിവസം കൊണ്ട് ഈ പറയുന്ന 5 ടോപ്പിക് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അതിനകത്ത് യാതൊരുവിധ കൺഫ്യൂഷൻ വേണ്ട, കോൺഫിഡൻസ് ലെവൽ കുറയണ്ട. നമുക്ക് ഈ ഓരോ മൊഡ്യൂളുകളും വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സമയം മറ്റു രീതിയിൽ നോട്ട്സ് കണ്ടെത്താനോ അല്ലെങ്കിൽ മറ്റ് ടോപ്പിക്കുകൾ ബുദ്ധിമുട്ടുണ്ടോ അത് പഠിക്കാനോ മറ്റു രീതിയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് ഇത് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, നമ്മളുടെ ആ ഓരോ മൊഡ്യൂളുകളും കൃത്യമായിട്ടുള്ള ടോപ്പിക്കുകൾ ഉൾപ്പെടെയുള്ള വീഡിയോസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, ശേഷം ഇത്തരത്തിലുള്ള എക്സാമുകൾ ചെയ്ത് നോക്കുക. അത് നമുക്ക് ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ അത്തരത്തിൽ
ടാപ്സ് ആൻഡ് ഡൈസ്, ദെൻ ഡൈ നട്ട്, അതുപോലെ ചിസൽസ്, റീമേഴ്സ് ഒക്കെയാണ് ഇത്തരത്തിൽ നമ്മുടെ മൊഡ്യൂൾ 4 8 മാർക്കിനുള്ള മൊഡ്യൂളാണ്. 8 ഡേയ്സ് കൊണ്ട് നമുക്ക് മാക്സിമം 8 ഡേയ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 4 to 5 ഡേയ്സ് കൊണ്ട് നമുക്കത് ക്ലിയർ ആക്കാൻ സാധിക്കും. എഗെയിൻ ബാക്കി വരുന്ന ദിവസം എന്ന് പറയുന്നത് എന്താണ്, നമുക്കത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ അന്നേരം നമുക്കത് റിഫ്രഷ് ചെയ്യാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. 8 ദിവസം കൊണ്ട് ആ മൊഡ്യൂൾ 4 കൃത്യമായിട്ട് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, സോ ആ ഒരു 8 മാർക്സ് നമുക്ക് കിട്ടുണ്ടായിട്ടുണ്ട്. മൊഡ്യൂൾ 5ലേക്ക് വരെ അതും 8 മാർക്കാണ്. മൊഡ്യൂൾ 5ഉം 8 മാർക്കാണ്. അപ്പോൾ മൊഡ്യൂൾ 4 മൊഡ്യൂൾ 5 8 മാർക്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് അല്ലെ. സോ ഫൈൻ. അപ്പോൾ ഈ പറയുന്ന മൊഡ്യൂൾ 5ല് പ്രധാനമായിട്ടും ഡ്രില്ലിംഗ് ആണ്. നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻസ് അല്ലെങ്കിൽ ഡ്രില്ല് അതുമായി ബന്ധപ്പെട്ട്, ലൂബ്രിക്കൻസ്, അതുപോലെ തന്നെ കട്ടിംഗ് ഫ്ലൂയിഡ്സ്, മെയിൻ്റനൻസ്. ഇത്തരത്തിൽ ഡ്രില്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ള പ്രോസസ്സാണ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. സോ ഒരു കട്ടിംഗ് ഓപ്പറേഷൻ ആണ് അല്ലെ. അപ്പോൾ ഡ്രില്ലിംഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ലൂബ്രിക്കൻസ് ആൻഡ് കട്ടിംഗ് ഫ്ലൂയിഡ്സ്. നമുക്കറിയാം ഇത്തരത്തിൽ മെഷീനിങ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഹീറ്റ് ജനറേഷൻ ഉണ്ടാകും. സോ അതിനെയൊക്കെ തടയുന്നതിനും കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിൽ ലൂബ്രിക്കൻസ് അല്ലെങ്കിൽ കട്ടിംഗ് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ അതുമായി ബന്ധപ്പെട്ട് മെയിൻ്റനൻസ്. അപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻസ്, പലതരത്തിലുള്ള ഡ്രില്ലിംഗ് മെഷീൻസ് ഉണ്ട്. അപ്പോൾ സെൻസിറ്റീവ് ടൈപ്പ് ഡ്രില്ലിംഗ്, റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻസ്, അങ്ങനെ നിരവധി ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻസ്, അതിന്റെ ടൈപ്പുകൾ, അതിൽ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള ഓപ്പറേഷൻസ്, ഇത്തരത്തിൽ ഡ്രില്ലിംഗ് മെഷീന്റെ സഹായത്തോടെ ചെയ്യാൻ സാധിക്കുന്ന ഓപ്പറേഷനുകൾ. ദെൻ ഡ്രില്ല്, അതുപോലെ ഡ്രിൽ എന്താണ്, ഡ്രിൽ ഹോൾഡിംഗ് ഡിവൈസസ്, അതുപോലെ തന്നെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡ്രില്ലിംഗ് മെഷീൻ, അതിന് ടൈപ്പ്, വേരിയസ് ഓപ്പറേഷൻസ്. ഡ്രില്ലിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ പറയുന്ന, സാധാരണഗതിയിൽ നമ്മൾ ട്വിസ്റ്റ് ഡ്രില്ലാണ് പഠിക്കുന്നുണ്ടാവുക. ട്വിസ്റ്റ് ഡ്രില്ലിന്റെ നോമൻക്ലേച്ചർ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ടൈപ്സ്, ഈ പറയുന്ന ട്വിസ്റ്റ് ഡ്രിൽ ഹോൾഡ് ചെയ്യാനുള്ള വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് നമുക്ക് മനസ്സിലാക്കണം. ദെൻ ടാപ്പ് ഡ്രിൽ സൈസ്, ഇതിൽ ഈ പറഞ്ഞ ടാപ്പിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമ്മളൊരു ടാപ്പ് ഡ്രിൽ സൈസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ ടാപ്പ് ഡ്രിൽ സൈസ് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ കട്ടിംഗ് സ്പീഡ്, നമുക്കറിയാം ഇത്തരത്തിൽ കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട് ഇൻ ഡ്രില്ലിംഗ്. ഡ്രില്ലിംഗുമായി ബന്ധപ്പെട്ട് കട്ടിംഗ് സ്പീഡ് πd/6 തന്നെയാണ്. അതുപോലെ തന്നെ ഫീഡ് mm/Rev കൊടുക്കുന്നുണ്ടാവും. ഡെപ്ത് ഓഫ് കട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെ എന്താണ് കട്ടിംഗ് സ്പീഡ്, ഫീഡ്, കട്ടിംഗ് ടൈം നമുക്ക് ഇത്തരത്തിൽ കണ്ടുപിടിക്കാം. L/F × എന്നുള്ള രീതിയിൽ നമുക്ക് കട്ടിംഗ് സ്പീഡും, അല്ലെങ്കിൽ കട്ടിംഗ് ടൈമും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ടൈം, കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട്, അങ്ങനെ എന്നിവ ഡ്രില്ലിംഗുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഡ്രില്ലിംഗ് ഡിഫക്റ്റ്, നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ ഡിഫക്റ്റുകൾ ഉണ്ടാവാം, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോസസ്, അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളത് നമുക്ക് പഠിക്കാം. ശേഷം നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ലൂബ്രിക്കന്റ് ആൻഡ് കട്ടിംഗ് ഫ്ലൂയിഡ്സ്, ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്സ്. ഏതൊക്കെ തരത്തിലുള്ള കട്ടിംഗ് ഫ്ലൂയിഡ്സുകളുണ്ട്, അതിന്റെ പർപ്പസ്, ലൂബ്രിക്കൻസിന്റെ ക്ലാസിഫിക്കേഷൻ. ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലൂയിഡ് ഉണ്ട്, അല്ലെങ്കിൽ സെമി സോളിഡ് ഉണ്ട്, സോളിഡ് ടൈപ്പ് ലൂബ്രിക്കൻസ് അവൈലബിൾ ആണ്. സോ പ്രോപ്പർട്ടീസ് ഓഫ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം, മെയിൻ്റനൻസ്, മെഷീൻ ടൂൾ ഇൻസ്പെക്ഷൻ. ഇതിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് എവിടേക്കാണ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലെയ്ത്തിൽ എവിടേക്കാണ് നമ്മൾ അത്യാവശ്യമായിട്ട് നമുക്ക്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെയ്ത്ത് മെഷീനിൽ എവിടേക്കാണ് നമ്മൾ അത്യാവശ്യമായിട്ട് ലൂബ്രിക്കൻസ് കൊടുക്കേണ്ടതായിട്ടുള്ളത്, എത്ര നാൾ കൊണ്ട് കൊടുക്കണം, ഏതൊക്കെ ടൈപ്പ് ലൂബ്രിക്കൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള മെയിൻ്റനൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മെഷീൻ ടൂൾ ഇൻസ്പെക്ഷൻ നമുക്ക് പഠിക്കേണ്ടത്. സോ മൊഡ്യൂൾ 5 എന്താണ്, 8 മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മൊഡ്യൂൾ 5 മറ്റു ഉള്ള ടോപ്പിക്കുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം കൂടി കൂടുതലുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. സോ 8 മാർക്സ് ആണ്, മാർക്കും 8 മാർക്ക് തന്നെയാണ്. സോ അവിടെ ഈ പറയുന്ന 8 മാർക്സ് നമുക്ക് 8 ഡേയ്സ് കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. 8 ഡേയ്സ് കൊണ്ട് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന രീതിയിൽ മൊഡ്യൂൾ 5 ക്ലിയർ ആയി. മൊഡ്യൂൾ 6ലേക്ക് വരാം. മൊഡ്യൂൾ 6 നോക്കി, ലെയ്ത്ത് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ലെയ്ത്ത്, അപ്പോൾ ലെയ്ത്ത് എന്ന് പറയുന്ന ടോപ്പിക്, ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെഷീൻ ടൂൾ ആണ്. സോ ലെയ്ത്ത് മെഷീൻ, മദർ ഓഫ് മെഷീൻസ് എന്നറിയപ്പെടുന്ന ലെയ്ത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട ലെയ്ത്തിന്റെ പാർട്സ്, അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ്, ടൈപ്സ്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, അതിന്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, ഏതൊക്കെ ടൈപ്പിലുള്ള ലെയ്ത്തുകളുണ്ട്, അതിന്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ടാവുക, ലെയ്ത്ത് ആക്സസറീസ് ഏതൊക്കെയാണ്, ലെയ്ത്ത് അറ്റാച്ച്മെന്റ്സ് ഏതൊക്കെയാണ്, ലെയ്ത്തുമായി ബന്ധപ്പെട്ട അതിന്റെ കട്ടിംഗ് സ്പീഡ്, ഫീഡ്, RPM, ലെയ്ത്ത് ടൂൾസ്, പ്രധാനമായിട്ടും സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂള്, അതിന്റെ ആംഗിൾസ്, സോ ടൂൾ നോമൻക്ലേച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ദെൻ ഡ്രൈവിംഗ് മെക്കാനിസം, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ആ ഡ്രൈവിംഗ് മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദെൻ ചിപ്പ് ബ്രേക്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇത്തരത്തിൽ കണ്ടിന്യൂസ് ചിപ്പുകളെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ചിപ്പ് ബ്രേക്കറുകൾ ഉണ്ടാവും.
ടേണിംഗ്, ദാറ്റ് ഈസ് ടേപ്പർ ടേണിംഗ് മെത്തേഡ്സ്. പ്രധാനമായിട്ടും 5 മെത്തേഡുകൾ നമ്മൾ ടേപ്പർ ടേണിംഗ് മെത്തേഡ്സ് പഠിക്കുന്നുണ്ടാകും. സോ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട മെത്തേഡ്സുകൾ നമ്മൾ പഠിക്കണം. ഏതൊക്കെ തരത്തിലുള്ള ടേപ്പറുകളുണ്ട്, അതിന്റെ ടൈപ്സുകൾ. ഇപ്പം സാധാരണ ഫോർ എക്സാമ്പിൾ മോസ് ടേപ്പർ, ജർണോ ടേപ്പർ, അങ്ങനെയുള്ള നിരവധി ടേപ്പറുകൾ അവൈലബിൾ ആണ്, അതിന്റെ ടൈപ്സ്. ദെൻ ടേപ്പർ കാൽക്കുലേഷൻ, ഇത്തരത്തിൽ ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്താണ് സ്വീരിങ് ദ കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ടേപ്പർ കാൽക്കുലേഷൻ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയാണ് പ്രധാനമായിട്ടും നോക്കി അവിടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. പിന്നീടുള്ളത് സൈൻ ബാർ ആൻഡ് സ്ലിപ്പ് ഗേജസ് ആണ്. അപ്പോൾ ഈ സൈൻ ബാർ, സ്ലിപ്പ് ഗേജസ്, അതുപോലെ തന്നെ സ്ക്രൂ ത്രെഡ് എലമെന്റ്. അപ്പൊ സൈൻ ബാറും എന്ന് പറഞ്ഞാൽ ഒരു ആംഗുലാർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. സൈൻ ബാർ എന്ന് പറയുന്നത് ഒരു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിനകത്ത് നമുക്ക് കണക്കൂട്ടാൻ കഴിയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പ്രിസിഷൻ ആംഗുലാർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് ബേസിക്കലി സൈൻ ബാർ എന്ന് പറയുന്നത്. സൈൻ ബാർ വിത്ത് ഹെൽപ്പ് ഓഫ് സ്ലിപ്പ് ഗേജ്. സ്ലിപ്പ് ഗേജിന്റെ സഹായത്തോടു കൂടിയാണ് സൈൻ ബാറിൽ ഇത്തരത്തിൽ ടേപ്പറിന്റെ ഒക്കെ ആംഗിൾസ് മെഷർ ചെയ്യാൻ സാധിക്കുന്നു. സോ ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ആണ് സൈൻ ബാർ എന്ന് പറയുന്നത്. സൈൻ ബാറിനോടൊപ്പം നമ്മുടെ സ്ലിപ്പ് ഗേജ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ സൈൻ ബാർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്ലിപ്പ് ഗേജസ് നമുക്ക് ആംഗുലർ മെഷർമെന്റ് എടുക്കാൻ സാധിക്കും. ദെൻ സ്ക്രൂ ത്രെഡ്, അതുമായി ബന്ധപ്പെട്ട് അതിന്റെ എലമെന്റ്സ്, സ്ക്രൂ ത്രെഡിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സുകൾ നമുക്ക് പഠിക്കണം. ത്രെഡിന്റെ നോമൻക്ലേച്ചർ. ദെൻ ഫോംസ് ഓഫ് ത്രെഡ്, പലതരത്തിലുള്ള ത്രെഡുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ആക്മി ത്രെഡ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ്, വിറ്റ്വർത്ത് ത്രെഡ്, അങ്ങനെ നിരവധി ത്രെഡുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നോക്കിയേ. ലേത്ത് സെന്റേഴ്സ്, നമുക്കറിയാം ലേത്ത് സെന്റേഴ്സിനകത്ത് ഡെഡ് സെന്റർ ഉണ്ട്, ലൈവ് സെന്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഹോളോ ആയിട്ടുള്ള വർക്ക് പീസുകൾ നമ്മൾ ഹോൾഡ് ചെയ്യാൻ സഹായിക്കുന്ന മാൻഡ്രിൽസ്, ടൈപ്സ് ഓഫ് മാൻഡ്രിൽസ്. ദെൻ ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷൻ, ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് സിംഗിൾ ആൻഡ് മൾട്ടി സ്റ്റാർട്ട് ത്രെഡ്, സിമ്പിൾ ഗിയർ ട്രെയിൻ, അതായത് ഗിയറുകളുടെ എന്താണ് ഗിയറുകൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പവർ ട്രാൻസ്മിഷൻ ചെയ്യുന്നുണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ഗിയർ ട്രെയിൻ ഉണ്ട്, കോമ്പൗണ്ടർ ഉണ്ട്, റിവേർട്ടർ ഉണ്ട്, അങ്ങനെ നിരവധി ടൈപ്പ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ നോക്കേണ്ടത് സിമ്പിൾ ഗിയർ ട്രെയിനും കോമ്പൗണ്ട് ഗിയർ ട്രെയിനുമാണ് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇതിനുശേഷം ലെയ്ത്ത് ഡോക്സ് ആണ്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് പ്ലേറ്റ്, ഫേസ് പ്ലേറ്റ്, റെസ്റ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയ വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ എത്ര മാർക്കാണ് വെയിറ്റേജ്? 12 മാർക്കാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ളത് ഇപ്പം മൊഡ്യൂൾ 6-നാണ്. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 6-നാണ് വെയിറ്റേജ് കൂടുതലായിട്ട് കണ്ടത്. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ കണ്ട ആദ്യത്തെ 2-3 മൊഡ്യൂളുകൾക്ക് 10 മാർക്കായിരുന്നു. അതിനുശേഷം കണ്ട 2 മൊഡ്യൂളുകൾക്ക് 8 മാർക്കായിരുന്നു. ശേഷം നമുക്ക് ഇത്തരത്തിൽ 12 മാർക്കിന്റെ മൊഡ്യൂളാണ് കണ്ടത്. അപ്പൊ ഇവിടെ ഈ 12 മാർക്കിന്റെ മൊഡ്യൂളുകൾക്ക് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ദാറ്റ് ഈസ് 12 ഡേയ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. 12 ഡേയ്സ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ 12 ഡേയ്സ് കൊണ്ട്, മാക്സിമം 12 ഡേയ്സ് കൊണ്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്സ് കൃത്യമായിട്ട് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ മൊഡ്യൂൾ 6 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൊഡ്യൂൾ 7-ലേക്ക് വരാം. മൊഡ്യൂൾ 7 എന്ന് പറയുന്ന മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ്, ദാറ്റ് ഈസ് മില്ലിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഇപ്പൊ ടേണിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ് ലെയ്ത്തിൽ നമ്മൾ ചെയ്യുന്നത്. മില്ലിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ മില്ലിംഗ് മെഷീനിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ മില്ലിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ മില്ലിംഗ് മെഷീൻ എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, ഏതൊക്കെ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്, അതിന്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ്, പ്രധാനപ്പെട്ട പാർട്സുകൾ എങ്ങനെയാണ്, വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഏതൊക്കെയാണ്, മില്ലിംഗ് കട്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കട്ടർ മെറ്റീരിയലുകൾ, ടൈപ്സ് ഓഫ് കട്ടർ, മില്ലിംഗ് കട്ടറിന്റെ നോമൻക്ലേച്ചർ എങ്ങനെയാണ് വരിക, ഡിഫറെന്റ് മില്ലിംഗ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്. അതിനകത്ത് പ്രധാനമായിട്ടും അപ്പ് മില്ലിംഗ് ഉണ്ട്, ഡൗൺ മില്ലിംഗ് ഉണ്ട് അല്ലെ. അപ്പ് മില്ലിംഗും ഡൗൺ മില്ലിംഗും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു ടൈപ്പാണ് സ്ട്രാഡിൽ മില്ലിംഗ് എന്ന് പറയുന്നത്, മറ്റൊരു മെത്തേഡാണ്. ദെൻ ഗ്യാങ് മില്ലിംഗ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കട്ടിംഗ് സ്പീഡ് അല്ലെ, ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് കട്ടിംഗ് സ്പീഡ്, ഫീഡ്, മെഷീനിങ് ടൈം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ശേഷം ഡിവൈഡിംഗ് ഹെഡ് ടൈപ്സ് ആൻഡ് യൂസസ്, ഇൻഡെക്സിംഗ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട് ഡിവൈഡിംഗ് ഹെഡ് ടൈപ്സ്, അതിന്റെ യൂസസ്, അതിന്റെ കാൽക്കുലേഷൻ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നമുക്ക് പലപ്പോഴും നമുക്കറിയാം ഇത്തരത്തിൽ മില്ലിങ്ങിന്റെ സഹായത്തോടെ നമ്മൾ ഗിയറുകൾ കട്ട് ചെയ്യാറുണ്ട് അല്ലെ, ഗിയറുകൾ കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഗിയറുമായി ബന്ധപ്പെട്ട് ടൈപ്സ് ഓഫ് ഗിയറുകൾ ഏതൊക്കെയാണ്, അതിന്റെ യൂസസ്, എലമെന്റ് ഓഫ് സ്പർക്ക് ഗിയറിന്റെ ആ ഒരു എലമെന്റുകൾ എന്തൊക്കെയാണ്, സ്പർക്ക് ഗിയർ കാൽക്കുലേഷൻ നമുക്ക് വരുന്നതായിട്ടുണ്ട്. സെലക്ഷൻ ഓഫ് ഗിയർ കട്ടറുകൾ, ഹെലിക്സ് ആൻഡ് സ്പൈറൽ എലമെന്റ്, ആപ്ലിക്കേഷൻ ബിറ്റ്വീൻ ഹെലിക്സ് ആൻഡ് സ്പൈറൽ, മെത്തേഡ് ഓഫ് ചെക്കിംഗ് ഗിയർ ആൻഡ് ഇറ്റ്സ് പാർട്ട്, അതായത് ആ ഒരു ഗിയറിന്റെ പാർട്സുകളൊക്കെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, മെത്തേഡ് ഓഫ് ചെക്കിംഗ് ഗിയർ ആൻഡ് ഇറ്റ്സ് പാർട്സ് അല്ലെ, റാക്ക് എലമെന്റ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ, റാക്ക് ആൻഡ് പിനിയൻ, അങ്ങനെയുള്ള ഗിയറുകളുടെ ഒക്കെ എന്താണ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ്. ഓക്കെ, ക്യാം ടൈപ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ക്യാമിന്റെ ടൈപ്പുകൾ, ക്യാമിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്. ദെൻ ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ്, മറ്റൊരു ടോപ്പിക്കാണ് ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ്. ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ് വരുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇത്തരത്തിൽ നമുക്കറിയാം ടൂളിനെ ഗൈഡ് ചെയ്യാൻ സഹായിക്കുന്നത് അല്ലെ, ഹോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ വർക്കിനെ ഹോൾഡ് ചെയ്യാനും ടൂളിനെ ഗൈഡ് ചെയ്യാനും സഹായിക്കുന്നതാണ് നമ്മുടെ
ജിഗുകൾ എന്ന് പറയുന്നത്. ഫിക്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വർക്ക് പീസ് അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും അല്ലെ, അത്തരം വർക്കിലേക്ക് നമുക്ക് ടൂളിനെ ഗൈഡ് ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ക്ലാമ്പിംഗ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഫിക്സ്റ്റേഴ്സ്, ക്ലാമ്പിംഗ് പ്ലസ് ഗൈഡിങ്, ടൂൾ ഗൈഡിംഗ് ഉണ്ടെങ്കിൽ അതിനെ ജിഗ് എന്ന് വിളിക്കുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ജിഗും ഫിക്സ്റ്റേഴ്സും അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഗേജസ്, മെറ്റീരിയൽ ആൻഡ് പർപ്പസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗേജസ്. ഗേജസിന്റെ പ്രധാനപ്പെട്ട മെറ്റീരിയൽ നമ്മൾ ഏതൊക്കെ യൂസ് ചെയ്യുന്നു, അതിന്റെ പർപ്പസ് എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ഗേജസുകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പഠിക്കുക. അപ്പൊ മില്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ട്, അപ്പൊ മില്ലിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്ന മില്ലിംഗ് മെഷീനിലാണ്. അപ്പൊ മില്ലിംഗ് മെഷീന്റെ ടൈപ്പുകൾ, മില്ലിംഗ് കട്ടറുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും, മില്ലിംഗ് കട്ടറിന്റെ ടൈപ്പുകൾ, മില്ലിംഗ് ഓപ്പറേഷനുകൾ ഏതൊക്കെയാണ്, മില്ലിംഗ് ചെയ്യുന്ന സമയത്ത് കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട് അല്ലെങ്കിൽ മെഷീനിങ് ടൈം എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മൾ ഗിയർ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഡെക്സിങ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ തരത്തിലുള്ള ഇൻഡെക്സിങ്, അതിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഗിയറുകളാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, ഏതൊക്കെ ടൈപ്പ് ഗിയർ, എന്താണ് ഗിയർ, എങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നു, അതിൽ മില്ലിങ്ങുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമ്മൾ അതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പർ ഗിയർ, പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്ന സ്പർ ഗിയർ ആണ്. സ്പർ ഗിയറിന്റെ പ്രധാനപ്പെട്ട എലമെന്റുകൾ, ഫോർ എക്സാമ്പിൾ മോഡ്യൂൾ എന്താണ്, സർക്കുലർ പിച്ച് എന്താണ്, പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്താണ്, അങ്ങനെയുള്ള, അല്ലെങ്കിൽ അഡൻഡം എന്താണ്, ഡിഡൻഡം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ പറയുന്ന മില്ലിംഗ് എന്ന് പറയുന്ന മോഡ്യൂൾ. ദാറ്റ് ഈസ് മോഡ്യൂൾ 7. 12 മാർക്കാണ് നമുക്ക് അവിടെ ഉള്ളത്. 12 മാർക്കാണ് നമുക്ക് അവിടെ കിട്ടേണ്ടതായിട്ടുള്ളത്. ഈ 12 മാർക്കിന് വേണ്ടി നമ്മൾ 12 ദിവസം അല്ലെ, 12 ഡേയ്സ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നു. ഈ 12 ദിവസം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ പറ്റും. 12 ദിവസം കൊണ്ട് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ടോപ്പിക് മോഡ്യൂൾ 7 വളരെ ഈസി ആയിട്ട് നമുക്കത് കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ മോഡ്യൂൾ 7 എന്ന് പറയുന്നത്. മോഡ്യൂൾ 8ലേക്ക് വരാം. അപ്പൊ മോഡ്യൂൾ 8ലേക്ക് വരുമ്പോൾ നോക്കി അവിടെ 10 മാർക്കിലേക്ക് ചുരുങ്ങി. അപ്പോൾ ഇത്തരത്തിൽ ആദ്യത്തെ കഴിഞ്ഞ 2 മോഡ്യൂളുകൾ മാത്രമാണ് 12 മാർക്കിനുള്ളത്. ലെയ്ത്തും മില്ലിങ്ങും 12 മാർക്കിനുണ്ട്. എന്നാൽ തൊട്ടു മുന്നേ കണ്ട 2 മോഡ്യൂളുകൾ 8 മാർക്കിനേ ഉള്ളൂ. അപ്പൊ ആ 2 മാർക്ക് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു, ഈ പറയുന്ന എന്താണ് 6നും 7നും, 6ാമത്തെ മൊഡ്യൂളിനും 7ാമത്തെ മൊഡ്യൂളിനുമായിട്ട് ആ ഒരു 2 മാർക്ക് കൊടുത്തു അഡീഷണൽ ആയിട്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ 12 ദിവസം നമ്മൾ ഈ പറയുന്ന 6ാമത്തെ മൊഡ്യൂളിനും 7ാമത്തെ മൊഡ്യൂളിനും എടുത്തുകൊണ്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണം ആ 2 മൊഡ്യൂളുകൾ 6, 7 മൊഡ്യൂളുകൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8ാമത്തെ മൊഡ്യൂളിലേക്ക് വരാം, ഗ്രൈൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്. അപ്പൊ ബേസിക്കലി അതൊരു ഫിനിഷിംഗ് പ്രോസസ് ആണ്. ഗ്രൈൻഡിങ് എന്ന് പറയുന്നത് പൊതുവെ ഒരു മെഷീനിങ് പ്രോസസ് ആണ്, കൂടുതലായിട്ടും ഫിനിഷിംഗ് പർപ്പസുകൾക്ക് യൂസ് ചെയ്യുന്നു. ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് മെഷീൻ, ഏതൊക്കെ തരത്തിലുള്ള ഗ്രൈൻഡിങ് മെഷീൻ, ഹൊറിസോണ്ടൽ ഗ്രൈൻഡിങ് മെഷീൻ, വെർട്ടിക്കൽ ഗ്രൈൻഡിങ് മെഷീൻ, സെൻട്രലെസ് ഗ്രൈൻഡിങ് മെഷീൻ, അങ്ങനെ ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡിങ് മെഷീൻ, അങ്ങനെ നിരവധി ഗ്രൈൻഡിങ് മെഷീൻസുകൾ ഉണ്ടാകും. അതിൽ വളരെ ബേസ് ആയിട്ടുള്ള കോളം ആൻഡ് നീ ടൈപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബേസ് ആയിട്ടുള്ള ഒരു ഗ്രൈൻഡിങ് മെഷീന്റെ പാർട്ടുകൾ, അതിന്റെ ഫംഗ്ഷൻ നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഡിഫറെന്റ് ഗ്രൈൻഡിങ് ഓപ്പറേഷൻസ്, നിരവധി ഗ്രൈൻഡിങ് ഓപ്പറേഷനുകൾ ഉണ്ടാകും. ഈ ഗ്രൈൻഡിങ് വീല്, അപ്പൊ അവിടെ നമ്മൾ അബ്രസീവ് മെറ്റീരിയൽ കൊണ്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക. അപ്പൊ അബ്രസീവ് മെറ്റീരിയൽ ഫോർ എക്സാമ്പിൾ അലുമിനിയം ഓക്സൈഡ്, സിലിക്കൺ കാർബൈഡ്, അപ്പൊ അങ്ങനെയുള്ള അബ്രസീവ് മെറ്റീരിയൽ കൊണ്ടായിരിക്കും അത് നിർമ്മിച്ചിട്ടുണ്ടാവുക. അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഗ്രൈൻഡിങ് വീലിനെ എങ്ങനെ മാർക്കിംഗ് ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പൊ ഗ്രൈൻഡിങ് വീലിന്റെ സ്റ്റാൻഡേർഡ് മാർക്കിംഗ് സിസ്റ്റം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലേസിംഗ് ആൻഡ് ലോഡിംഗ്, ഇത്തരത്തിൽ അവിടെ ഉണ്ടാവുന്ന കുറച്ച് ടേമുകളാണ്, കുറച്ച് കാര്യങ്ങളാണ്. ഗ്ലേസിംഗ്, ലോഡിംഗ്, ഡ്രസ്സിംഗ്, ട്രൂയിങ്, അതൊക്കെ നമ്മളുടെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മളുടെ ആ ഒരു ഗ്രൈൻഡിങ് വീലിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഗ്ലേസിംഗ്, ലോഡിംഗ്, ഡ്രസ്സിംഗ്, ട്രൂയിങ് ഒക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഗ്രൈൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ട് അവിടെ നമുക്ക് കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്ന ഷേപ്പ് ഓഫ് ഗ്രൈൻഡിങ് വീൽ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ഗ്രൈൻഡിങ് വീലിന്റെ ഷേപ്പ്, അതിന്റെ ആപ്ലിക്കേഷൻസ്, സെലക്ഷൻ ഓഫ് ഗ്രൈൻഡിങ് വീൽ, എങ്ങനെ നമ്മൾ ഗ്രൈൻഡിങ് വീലിനെ സെലക്ട് ചെയ്യുന്നു, വീൽ ബാലൻസിങ്, അൺവാണ്ടഡ് ആയിട്ടുള്ള ഫോഴ്സസ് അവിടെ ഉണ്ടാവും, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ബാലൻസർ, റൊട്ടേറ്റിംഗ് മെമ്പർ ആയതുകൊണ്ട് തന്നെ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സസ്, മാസസ് ഉണ്ടാവും അല്ലെങ്കിൽ ഫോഴ്സസ് ഉണ്ടാവും, അതിനെ നമ്മൾ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വീൽ ബാലൻസിങ് നമ്മൾ എങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ്ങിനകത്ത് തന്നെ വെറ്റ് ഗ്രൈൻഡിങ് ഉണ്ട്, ഡ്രൈ ഗ്രൈൻഡിങ് ഉണ്ട്, ദെൻ അവിടെ ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡിങ്, അതിന്റെ അറ്റാച്ച്മെന്റ്സ് ആൻഡ് യൂസസ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന 8ാമത്തെ മൊഡ്യൂളിൽ ഗ്രൈൻഡിങ് എന്ന് പറയുന്ന ടോപ്പിക്കിനുള്ളിൽ അല്ലെങ്കിൽ മൊഡ്യൂളിനുള്ളിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ നോക്കിയേ, 10 മാർക്കിന്റെ ഒരു മൊഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. ഈ പറയുന്ന 10 മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഏകദേശം ഒരു 10 ദിവസം കൊണ്ട് 10 ഡേയ്സ് കൊണ്ട് നമുക്ക് ഇവിടെ ഈസി ആയിട്ട് ഈ ടോപ്പിക്കുകൾ കവർ ചെയ്യാം.
കവർ ചെയ്യാം, സംശയമൊന്നുമില്ല. അപ്പൊ ഈ 10 ദിവസം കൊണ്ട് ഈ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് നമ്മളുടെ സെഷൻസ്, നമ്മളുടെ വീഡിയോ സെഷൻസ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് 10 ഡേയ്സിനുള്ളിൽ വീഡിയോ കവർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സെഷൻസ് ടോപ്പിക്കുകൾ കവർ ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ടെസ്റ്റും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ എട്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ വിജയകരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അതിനുശേഷം 9ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ 9ഉം 10ഉം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് CNC-യുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീനുമായി ബന്ധപ്പെട്ട് CNC മെഷീനുമായി ബന്ധപ്പെട്ട് CNC ടേണിംഗ് ആണ് 9ാമത്തെ മൊഡ്യൂൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ CNC-യുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട പാർട്ടുകൾ ഒരു CNC മെഷീൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ CNC മെഷീനുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കമ്പോണൻസുകൾ എന്തൊക്കെയാണ്, ഓക്കെ, ബേസിക്സ് ഓഫ് CNC ടെക്നോളജി എന്താണ്, വളരെ ബേസ് ലെവൽ, അതായത് നമ്മളുടെ എന്താണ് IT അല്ലെങ്കിൽ നമ്മുടെ ഡിപ്ലോമ ലെവല് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ CNC അല്ലെങ്കിൽ എല്ലാ മൊഡ്യൂളും നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അപ്പൊ എന്താണ് പ്രധാനപ്പെട്ട എലമെന്റ്സ് ആൻഡ് ഫങ്ഷൻസ്. CNC ലെയ്ത്ത് മെഷീൻ, ഇപ്പൊ ടേണിംഗ് ആയതുകൊണ്ട് തന്നെ അവിടെ ലെയ്ത്ത് മെഷീൻ ഉണ്ടാകും. അപ്പൊ ലെയ്ത്ത് മെഷീനുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട എലമെന്റുകൾ, അതായത് ക്ലാസിഫിക്കേഷൻ പഠിക്കുന്ന സമയത്ത് സെമി ഓട്ടോമാറ്റിക് ലെയ്ത്തുകൾ നമ്മൾ പഠിക്കുന്നുണ്ടാകും, ഫുള്ളി ഓട്ടോമാറ്റിക് ലെയ്ത്തുകളും പഠിക്കുന്നുണ്ടാകും. സെമി ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്സ്റ്റൺ ആൻഡ് ടറക്ട് ലെയ്ത്തുകൾ പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് ലെയ്ത്തിലേക്ക് പൂർണ്ണമായിട്ടും നമുക്ക് മാനുവൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള CNC മെഷീനുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ കൺട്രോൾസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട കൺട്രോൾസ്, സ്വിച്ചസ്, അതുപോലെ തന്നെ ന്യൂമറിക്കൽ കൺട്രോൾ, കോഓർഡിനേറ്റ് സിസ്റ്റം, പ്രധാനമായിട്ടും ടേണിംഗിൽ എന്തൊക്കെ ഇത്തരത്തിൽ XYZ ആക്സസുകൾ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടാകും, അതുപോലെ തന്നെ ബെഡ്, ചക്ക്, ടെയിൽ സ്റ്റോക്ക്, ടററ്റ്, അതുപോലെ തന്നെ സ്പിൻഡിൽ ഡ്രൈവുകൾ അവിടെ എങ്ങനെയാണ്, ഓക്കെ, അതുപോലെ തന്നെ ATC ഉണ്ടാകും, ഓക്കെ, ഫീഡ്ബാക്ക് എൻകോഡറുകൾ, ദെൻ അവിടെ ഉണ്ടാകുന്ന G കോഡ്, M കോഡ്, G കോഡ്സും M കോഡ്സും നമുക്ക് ISO G കോഡ്സും ISO M കോഡ്സുകളും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അതായത് നമുക്ക് ഈ പറയുന്ന എന്താണ് പ്രോഗ്രാമുകൾ കൊടുക്കുന്ന സമയത്ത് G കോഡായിട്ട് M കോഡായിട്ടും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ അതിന് ഓരോരോ കോഡുകൾ, ഓരോരോ ഓപ്പറേഷൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇത്തരത്തിൽ കട്ടിംഗ് ടൂളുകൾ അവിടെ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന CNC ടേണിംഗുമായി ബന്ധപ്പെട്ട് കട്ടിംഗ് ടൂളുകൾ യൂസ് ചെയ്യുന്നതിന് അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണ്, ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ടൂൾ ഹോൾഡേഴ്സ്, കൊളീഷൻസ്, പ്രോസസ് പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യുന്നുണ്ടാവുക, അതുപോലെ തന്നെ മെഷീൻ സീക്വൻസസ് എങ്ങനെയായിരിക്കും നമ്മൾ ആ ഓരോ ഓപ്പറേഷൻ നമ്മൾ സീക്വൻസ് കൊടുക്കുന്നുണ്ടാവുക, ദെൻ കട്ടിംഗ് പാരാമീറ്റേഴ്സ് നമ്മൾ എങ്ങനെ എന്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നു, അതുപോലെ തന്നെ വർക്ക് ആൻഡ് ടൂൾ ഓഫ്സെറ്റുകൾ, അതുപോലെ മെഷീൻ ഓപ്പറേഷണൽ മോഡ്സ്, ജോഗ്, MTG അങ്ങനെ മോഡുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. യൂസ് ഓഫ് എമർജൻസി സ്റ്റോപ്പുകൾ, ഓക്കെ, എമർജൻസി സ്റ്റോപ്പിന്റെ പ്രധാനപ്പെട്ട യൂസ് എന്താണ്, ഓക്കെ, ടൂൾ ഓഫ്സെറ്റ് അഡ്ജസ്റ്റ്മെന്റ് സിസ്റ്റംസ്, അതുപോലെ തന്നെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്, പ്രധാനമായിട്ടും അവിടെ യൂസ് ചെയ്യുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്, അതുപോലെ തന്നെ ദാറ്റ് ഈസ് അലാം കോഡുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഓരോ കോഡുകളുടെയും മീനിങ്സ് ഒക്കെ ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ ഇത്തരത്തിൽ ഈ പറയുന്ന 9ാമത്തെ മൊഡ്യൂൾ പ്രധാനമായിട്ടും CNC ടേണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിൽ 10 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 ദിവസം കൊണ്ട് 10 ഡേയ്സ് കൊണ്ട് നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യാൻ പറ്റും. 10 ഡേയ്സ് കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടി നമുക്ക്. ഈ പറയുന്ന ഇപ്പം 0-ൽ നിൽക്കുന്ന ഒരാൾ, അപ്പോൾ ഇതുവരെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാതെ നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചോളം, ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം നമുക്ക് ഈ പറയുന്ന ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സാമിന് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിന് നമുക്ക് എന്താണ് ഈസി ആയിട്ട് നമുക്ക് മുന്നിലത്തെ റാങ്കിലേക്ക് എത്താൻ സാധിക്കും, യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടുന്നത് നമുക്ക് എന്താണ് അല്പം ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഒരു 120 ഡേയ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളുടെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വീഡിയോസുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. മറ്റ് ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നോക്കി 10ാമത്തെ മൊഡ്യൂളാണ്. മൊത്തം 10 മൊഡ്യൂളുകളാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 10ാമത്തെ മൊഡ്യൂൾ നോക്കിയ CNC മില്ലിംഗ് ആണ്. അപ്പൊ നമ്മൾ തൊട്ടുമുന്നേ കണ്ടിരുന്നു 12 മാർക്കിന്റെ 2 മൊഡ്യൂളുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെയ്ത്തും അതുപോലെ തന്നെ മില്ലിങ്ങും ആയിരുന്നു. അപ്പൊ ആ 2 കാര്യങ്ങൾ, അല്ലെങ്കിൽ ലെയ്ത്ത് ആയിക്കോട്ടെ, അതായത് ടേണിംഗ് ഓപ്പറേഷനും മില്ലിംഗ് ഓപ്പറേഷനുമാണ് 12 മാർക്ക് നമ്മൾ കണ്ടത്. ആ ലെയ്ത്തും മില്ലിങ്ങും തന്നെയാണ്, അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള CNC ടേണിങ്ങും CNC മില്ലിങ്ങും നമുക്ക് 9, 10 മൊഡ്യൂളുകളിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ ആണേ. അപ്പൊ മൊഡ്യൂൾ 10 എന്ന് പറയുന്നത്
CNC മില്ലിംഗ് ആണ്. ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീനകത്ത് മില്ലിംഗ് മെഷീൻ ആണ്. അപ്പോൾ ടേണിംഗ് പഠിച്ചതിന് ശേഷം ബാക്കി വരുന്ന സമയത്ത് മില്ലിംഗ് മെഷീൻ വളരെ ഡിഫറൻസ് വളരെ കുറവാണെങ്കിൽ തന്നെ ഒന്ന് മനസ്സിലാക്കി പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ജനറൽ സേഫ്റ്റി ഓൺ CNC വെർട്ടിക്കൽ മെഷീനിങ് സെന്റേഴ്സ് CNC ഉണ്ടാവും. VMC വെർട്ടിക്കൽ മെഷീൻ സെന്റേഴ്സ് ആണ്. സോ അതിന്റെ എലമെന്റ്സുകൾ എന്താണ്, അതിന്റെ ഓരോ പാർട്ടുകൾ, അതിന്റെ ഫംഗ്ഷൻസ് എന്താണ്. സോ അവിടെ നമ്മൾ ഇത്തരത്തിൽ കോർഡിനേറ്റ് സിസ്റ്റംസ് ഉണ്ടാകും മില്ലിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട്. പ്രോഗ്രാം സീക്വൻസ് എങ്ങനെ കൊടുക്കുന്നു, അതായത് G കോഡുകൾ M കോഡുകൾ നമ്മൾ എങ്ങനെ കൊടുക്കുന്നു, പാർട്ട് പ്രോഗ്രാമിംഗ് എന്താണ്, എങ്ങനെ നമ്മൾ ആ ഒരു പ്രോഗ്രാംസ് സെറ്റ് ചെയ്യുന്നു, ആ ഒരു പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഓക്കെ, പാർട്ട് പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. നമ്മൾ അവിടെ നേരത്തെ കണ്ടതുപോലെ തന്നെ മില്ലിംഗ് മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂളുകൾ, അതിന്റെ മെറ്റീരിയലുകൾ, അതിന്റെ കോമ്പോസിഷൻസ്, കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ കോമ്പോസിഷൻ, കട്ടിംഗ് ടൂളിന്റെ ജോമെട്രി. സോ അതൊക്കെ ഏകദേശം സിമിലർ തന്നെയാണ്, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതുപോലെ തന്നെയാണ്. ദെൻ ടൂൾ വെയർ, ഇത്തരത്തിൽ ടൂൾ വെയർ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ടൂൾ ലൈഫ് എങ്ങനെയാണ്, ടൂൾ ലൈഫ് അതായത് ഒരു തവണ ഗ്രൈൻഡ് ചെയ്യുന്നത് മുതൽ വർക്ക് ചെയ്തതിനു ശേഷം അടുത്ത തവണ എപ്പോഴാണോ ഗ്രൈൻഡ് ചെയ്യേണ്ടത് ആ ഒരു ടൈം ഇൻ ബിറ്റ്വീൻ ടു ഗ്രൈൻഡിങ്സ്, അതിനെയാണ് പൊതുവെ നമ്മൾ ടൂൾ ലൈഫ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ടൂൾ വെയർ എങ്ങനെയാണ് വരുന്നുണ്ടാവുക, ടൂൾ ലൈഫ് എന്താണ് ഉദ്ദേശിക്കുന്നത്. ദെൻ വർക്ക് ഹോൾഡിംഗ് ഇൻ വെർട്ടിക്കൽ മെഷീനിങ് സെന്റേഴ്സ്, അതുപോലെ തന്നെ മെഷീൻ ഓപ്പറേഷണൽ മോഡുകൾ എന്തൊക്കെയാണ്, ടൂൾ ഓഫ്സെറ്റ് അഡ്ജസ്റ്റ്മെന്റ്, അതിന്റെ ഇഫക്റ്റീവ് പ്രോഗ്രാം ട്രാൻസ്ഫർ പ്രൊഡക്ടിവിറ്റി കോൺസെപ്റ്റ്, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ അത്തരത്തിൽ ഒരു മില്ലിംഗ് മെഷീൻ, ഒരു CNC മില്ലിംഗ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാള് സംബന്ധിച്ച് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കണമോ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും നമുക്ക് നമ്മളുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ ആ ഒരു മൊഡ്യൂൾ 10ലും നമുക്ക് 10 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 10 ഡേയ്സ് കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഈ പറയുന്ന 10 മാർക്കുകളുള്ളതിന് 10 ദിവസം 12 ഉണ്ടെങ്കിൽ അപ്പൊ ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ, മൊത്തത്തിൽ 100 ഡിവൈഡ് ചെയ്യുമ്പോൾ, മൊത്തം 100 ദിവസമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതായത് മാർക്കുകൾ അനുസരിച്ചുള്ള ഡേയ്സുകൾ നമ്മൾ നോക്കിയാൽ മതിയാകും അല്ലെ. അപ്പൊ അങ്ങനെ 10 മാർക്കാണ്, അല്ലെങ്കിൽ 10 മാർക്കാണ് ലാസ്റ്റ് മൊഡ്യൂൾ കണ്ടത്, CNC മില്ലിംഗ്. അപ്പൊ 10 ദിവസം നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഓരോ മോഡ്യൂളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ സേഫ്റ്റി പ്രിക്കോഷൻസ് 10 മാർക്ക്, മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് 10 മാർക്ക്, പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് മൊഡ്യൂൾ 3 10 മാർക്ക്, ഹാൻഡ് ടൂൾസും ഡ്രില്ലിങ്ങും അവിടെ 8 മാർക്ക്, ലെയ്ത്ത് എന്ന് പറയുന്നത് 12 മാർക്ക്, മില്ലിംഗ് എന്ന് പറയുന്നത് 12 മാർക്ക്. ദെൻ ലാസ്റ്റ് 3 മൊഡ്യൂളുകളും 10 മാർക്ക് വെച്ച് അല്ലെ, ഗ്രൈൻഡിങ്, അതുപോലെ തന്നെ 10 മാർക്ക് CNC ടേണിങ്, 10 മാർക്ക് CNC മില്ലിംഗ്. അങ്ങനെ നോക്കുമ്പോൾ പ്രധാനമായിട്ടും എന്താണ് 10 മാർക്കാണെന്നുണ്ടെങ്കിൽ 10 ദിവസം, 12 മാർക്കിൻ്റെത് 12 ദിവസത്തിനുള്ളിൽ നമുക്ക് തീർക്കണം, 8 മാർക്കിൻ്റെത് 8 ദിവസം എടുത്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ആ ഓരോ മോഡ്യൂളുകളും കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണ്, ഫൈൻ. അപ്പൊ ഇവിടെ നോക്കി ഇത്തരത്തിലുള്ള ഓരോ മോഡ്യൂളുകളും കറസ്പോണ്ടിങ് മാർക്സുകളും അതിന്റെ വെയിറ്റേജ്, ഓരോ മോഡ്യൂളിന്റെ വെയിറ്റേജും കറസ്പോണ്ടിങ് നമ്മളുടെ എന്താണ് ആ ഒരു നമ്മളുടെ ദിവസം, എത്ര ദിവസം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഓരോ മോഡ്യൂളുകൾ ഇപ്പൊ ഇത്ര ആലോചിച്ചാൽ മതി, 10 മോഡ്യൂൾ 10 മാർക്കിന്റെ ഒരു മോഡ്യൂൾ ആണെങ്കിൽ അത് 10 ഡേയ്സ് കൊണ്ട് നമുക്ക് തീർക്കേണ്ടതായിട്ടുണ്ട്. 12 മാർക്സ് ആണെങ്കിൽ 12 ഡേയ്സ് കൊണ്ട് തീർക്കേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 100 ദിവസം കൊണ്ട്, ഒരു 100 ദിവസം കൊണ്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് ബാക്കി വരുന്ന 20 ഡേയ്സ്, റിമൈനിങ് 20 ഡേയ്സ് എന്ന് പറയുന്നത് റിവിഷന് വേണ്ടി നമ്മൾ നോക്കുക. റിവിഷന് വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ അത് 2 ദിവസം ഇത്തരത്തിൽ അല്ലെങ്കിൽ എന്താണ്, അപ്പൊ 10 മൊഡ്യൂളുണ്ട്, 2 ദിവസം ഒരു മൊഡ്യൂളിന് വെച്ചിട്ട് അല്ലെ, 2 ദിവസം ഒരു മൊഡ്യൂളിന് വെച്ചിട്ട് റിവൈസ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ രീതിയിലൊന്ന് നോക്കി. അപ്പൊ ഈ പറയുന്ന രീതിയിൽ 2 ദിവസം, ഈ പറയുന്ന 100 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം 2 ദിവസം ഓരോ മൊഡ്യൂളിനും നമ്മൾ കൊടുത്തുകൊണ്ട് അത് വീണ്ടും പ്രധാനപ്പെട്ട പോയിന്റുകൾ റിവൈസ് ചെയ്തുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മളുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് മുതൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഓട്ടെ ഇന്ന് വിട്ടേക്കാം, നാളെ മുതൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മളുടെ മുന്നിലുള്ള ദിവസങ്ങൾ, ഓക്കെ, നമുക്കറിയാം എക്സാം കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റുമായി ബന്ധപ്പെട്ട് കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. നമ്മളെല്ലാവരും ഒരു പക്ഷേ ഈ പറഞ്ഞ ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് അല്ലെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ കോഴ്സുകൾക്കോ അല്ലെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണറിനോ ഒക്കെ നമ്മൾ പഠിക്കുന്ന ആൾക്കാരാവാം, ഉദ്യോഗാർത്ഥികളാവാം, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഈ പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ പലതിലും എന്താണ്, ഈ പറയുന്ന ടോപ്പിക്കുകൾ പലതും നമ്മളുടെ വരുന്ന എക്സാമുകൾക്ക് പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ കൂടിയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്
ഇത്തരത്തിലുള്ള CNC ടേണിംഗ്, CNC മില്ലിംഗ് നമുക്ക് ഒന്ന് അഡീഷണൽ ആയിട്ട് പ്രധാനമായിട്ടും നോക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ബാക്കി ഏകദേശം ഒരു 70% എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മറ്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാകാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കി വരുന്നൊരു 30% മാത്രം ഒന്ന് ഫോക്കസ് ചെയ്താൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും, ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടിയും ഇതുവരെ ഒന്നും പ്രിപ്പയർ ചെയ്തില്ല എങ്കിൽ കൂടിയും ഇന്ന് മുതൽ നമുക്ക് ഈ പറയുന്ന ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന 120 ഡേയ്സ് അല്ലെങ്കിൽ 100 ഡേയ്സ് മോർ ദാൻ ഇനഫ് ആണ് അല്ലെ. പറഞ്ഞതിൽ എന്താണ് ആവശ്യത്തിൽ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മളുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ സമയം കളയാണ്ട് ആ ഒരു രീതിയിൽ ആ ഒരു ക്ലാസ്സുകൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള നോട്ടുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 100 ഡേയ്സ് കൊണ്ട് നമുക്ക് ഈ ടോപ്പിക്കുകൾ വളരെ വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് വേണ്ടുന്ന സ്ട്രാറ്റജി, നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി ഇങ്ങനെ തന്നെയാണ്. ദാറ്റ് ഈസ്, ഒന്ന് സിലബസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, 2 മോഡ്യൂളുകൾ ഡിവൈഡ് ചെയ്യുക, ദാറ്റ് ഈസ് ആസ് വെയിറ്റേജ് നമ്മളിപ്പോൾ കണ്ടതുപോലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മോഡ്യൂളുകൾ ഡിവൈഡ് ചെയ്യുക. ഇതൊക്കെ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. മൂന്നാമതായിട്ടുള്ളത് സ്റ്റഡി മെറ്റീരിയൽസുകളാണ് അല്ലെ. സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നും വേണ്ട, കാര്യം നമ്മുടെ കോഴ്സിൽ കൃത്യമായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അതുമായി ബന്ധപ്പെട്ട നോട്ട്സുകൾ അവൈലബിൾ ആണ്, ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്കത് മുന്നോട്ട് പോകാൻ സാധിക്കും. ശേഷം കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തു. ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റുകൾക്കും ഓരോ മോഡ്യൂളുകൾക്കും നമ്മൾ ഇത്ര ദിവസം എന്നുള്ള രീതിയിൽ നമ്മൾ അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു. മാക്സിമം ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ടോപ്പിക് വൈസ് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കൂടാണ്ട് നമ്മൾ എന്താണ് അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ശേഷം ഈ പറയുന്ന വീക്ക്ലി റിവിഷൻ ആണ്. സോ നമുക്ക് ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ എന്താണ് 5 to 6 ഡേയ്സ് കൊണ്ട് 10 ഡേയ്സ് എടുക്കേണ്ടത് നമ്മൾ ക്ലാസ് ക്ലിയർ ചെയ്തുകൊണ്ട് ബാക്കി ഡേയ്സ് നമ്മൾ വീക്ക്ലി ബാക്കിയത് റിവൈസ് ചെയ്യുക. ശേഷം 100 ഡേയ്സ് അത് തീർത്തുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മൾ ഓരോ മൊഡ്യൂളും 2 ദിവസം എടുത്തുകൊണ്ട് എന്താണ് 20 ദിവസം കൊണ്ട് ആ 10 മൊഡ്യൂളുകളും വീണ്ടും റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും അവസാനമായി പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അതിൽ കൂടുതൽ വേറൊന്നുമില്ല. ഈ പറയുന്ന രീതിയിൽ നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ എക്സാം ഹാളിൽ ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ പറയുന്ന 120 ഡേയ്സ് എന്ന് പറയുന്നത് മോർ ദാൻ ഇനഫ് ആണ്. നമ്മളുടെ മെഷീനിസ്റ്റ് കോഴ്സുമായി ബന്ധപ്പെട്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് കോഴ്സുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ നമ്മളെ 10 മോഡ്യൂൾസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത് ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പോൾ ഇൻ കേസ് നമുക്ക് റെഫറൻസ് നോക്കാൻ വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കേണ്ടത് സംശയമില്ല. ദാറ്റ് ഈസ് നമ്മളുടെ നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് ആണ്. NSQF ലെവൽ 5 ട്രേഡ് തിയറി മെഷീനിസ്റ്റ് അവൈലബിൾ ആണ്. സോ മെഷീനിസ്റ്റിന്റെ നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നമ്മളുടെ റെഫർ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഇനി അഡീഷണൽ റെഫറൻസിനായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ മറ്റ് പബ്ലിക്കേഷൻസിന്റെ ഒക്കെ ബുക്കുകൾ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മെഷീനിസ്റ്റ് 3-in-1 ബൈ ഏഷ്യൻ പബ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ GSATയുടെ ഒക്കെ ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ അത് നമുക്ക് ഫർദർ റെഫറൻസ് എന്നുള്ള രീതിയിൽ മാത്രം നമുക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് അത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നോക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇതില്ലെങ്കിൽ തന്നെയും കുഴപ്പമില്ല. ദാറ്റ് ഈസ് മെഷീനിസ്റ്റിന്റെ NSQF ലെവൽ 5 ട്രേഡ് തിയറി തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. സോ അത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മളുടെ വെബ്സൈറ്റ് ആണ്. അതായത് നമ്മളുടെ എന്താണ് വെബ്സൈറ്റ്, ഏതൊക്കെ വെബ്സൈറ്റ് ആണെന്ന് ഇതൊക്കെ നമുക്ക് ഓൺലൈൻ സഹായത്തോടു കൂടി നമുക്ക് മറ്റ് സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഒന്ന് ഇത്തരത്തിൽ textbook.com. textbook.com നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് MCQs ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ അതുപോലെ തന്നെ byju's.com നമുക്ക് അഡീഷണൽ ടോപ്പിക്കുകൾ നമുക്ക് നോക്കാം. എക്സാം വേദ മറ്റൊരു സൈറ്റ് ആണ്. നമുക്ക് അഡീഷണൽ MCQs നമുക്ക് അവൈലബിൾ ആണ് അവിടെ. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഭാരത് സ്കിൽസ്
bharatskills.gov.in എന്നുള്ള സൈറ്റ്. സോ അത് നമ്മുടെ നിമിയുടെ സൈറ്റ് തന്നെയാണ്. സോ അതിൽ നമുക്ക് ഇത്തരത്തിൽ ടെക്സ്റ്റ് ബുക്കുകളും മറ്റ് ക്വസ്റ്റ്യൻ ബാങ്കുകളും ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. sandfoundry.com അതുപോലെ തന്നെ objectivebooks.com ഒക്കെ പ്രധാനപ്പെട്ട MCQs അവൈലബിൾ ആയിട്ടുള്ള സൈറ്റുകളാണ്. ഓക്കെ, ഫൈൻ. സോ ഇത്രയാണ് പ്രധാനപ്പെട്ട വെബ്സൈറ്റുകൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. സോ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം നമുക്ക്. സോ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിയിലൂടെ, നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള സ്ട്രാറ്റജിയിലൂടെ ഉയർന്ന റാങ്കുകൾ നേടിയിട്ടുള്ള നമ്മളുടെ കുട്ടികളാണ് ഈ പറയുന്ന ചിത്രത്തിൽ കാണുന്നത്. സോ അതുപോലെ തന്നെ നിങ്ങളും നമ്മളുടെ ആ ഒരു സ്ട്രാറ്റജിയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നാളെ നിങ്ങളുടെ ചിത്രവും ഈ ഒരു ബ്രോഷറിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നേടാൻ സാധിക്കുന്നതേ ഉള്ളൂ ഇതൊക്കെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു 120 അല്ലെങ്കിൽ 100 ഡേയ്സ് കൊണ്ട് അല്ലെങ്കിൽ 120 ഡേയ്സ് കൊണ്ട് നമുക്ക് ആ ഒരു ടോപ്പിക് മൊത്തം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോഴ്സ് എൻറ്റയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? 100% കോൺഫിഡൻസോട് കൂടി നമുക്ക് നമ്മളുടെ എക്സാമിന് നമുക്ക് തയ്യാറെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എനസ്റ്റ് അക്കാഡമിയുടെ മെഷീനിസ്റ്റ് കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അതിന്റെ ഡെമോ വീഡിയോസ് നോക്കാം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതിലൂടെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ഒരു 120 ഡേയ്സ് കൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സോ പോളി ലെക്ചർ മെക്കാനിക്കലിൽ നമ്മളുടെ ഉയർന്ന റാങ്കിൽ നേടിയിട്ടുള്ള കുട്ടികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കോഴ്സുകളിൽ നമുക്ക് ഉയർന്ന റാങ്കുകൾ നേടി കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി 10th 19th 30 ഒക്കെ റാങ്കുകൾ നമ്മുടെ കുട്ടികൾ ഈ ഒരു രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോയി നമുക്ക് നേടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് കോഴ്സുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നിലവിൽ അതിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടില്ല, അപ്പോൾ അതിന്റെ കൺഫർമേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മിനിമം ഒരു 3 months അല്ലെങ്കിൽ ഒരു 4 months നമുക്ക് അവൈലബിൾ ആണ്. 3 to 4 months അവൈലബിൾ ആണ്. സോ ആ ഒരു 4 months നമുക്ക് എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വെബിനാർ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ? ഓക്കെ, അപ്പോൾ മറ്റ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ ഈ ഒരു കോഴ്സിലൂടെ നല്ല രീതിയിൽ എല്ലാ ടോപ്പിക്കുകളും കവറായി നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ, ഉയർന്ന റാങ്കുകൾ നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഞങ്ങളുടെ നമസ്കാരം, നന്ദി. അടുത്ത ഒരു സെഷനിൽ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.